ഇവിടെ എണ്ണ കണ്ടുപിടിച്ചില്ലെങ്കിൽ അറേബ്യക്ക് എന്തെങ്കിലും പ്രസക്തി ഉണ്ടാകുമായിരുന്നു? ഇല്ല. സാംസ്കാരികമായിട്ടല്ലാതെ, വിശ്വാസപരമായിട്ടല്ലാതെ. പക്ഷേ 1400 കൊല്ലം മുമ്പ് പ്രവാചകൻ പറഞ്ഞു ലാ തഖൂമുസ്സാഅ. അത് വേറെ ഹദീസാണ്. 1400 കൊല്ലം മുമ്പ് പ്രവാചകൻ പറഞ്ഞു അന്ത്യനാളിന്റെ അടയാളം പറയുമ്പോൾ ഫഅഖ്ബർനി അൻ അമാറാതിഹ. എസ്കറ്റോളജിക്കൽ വായിക്കുമ്പോൾ ആർക്കും മനസ്സിലാക്കുവാൻ കഴിയുന്ന ഹദീസ്. അന്ത്യനാളിന്റെ കാലഘട്ടമാകുമ്പോ അന്തലിദൽ അമതു റബ്ബതഹ, കാര്യങ്ങൾ അട്ടിമറിയും. ഓരോന്നും പറയാൻ ഞാൻ വെറുതെ പറയല്ല, മണിക്കൂറുകൾ ആവശ്യമാണ്. കാര്യങ്ങൾ അട്ടിമറിയും. പഴയ ഉസ്താദന്മാര് പറയലെങ്ങനെയെന്നറിയോ? ഇന്നിക്കാസുൽ ഉമൂർ. പണ്ടൊക്കെ വിളക്ക് മേലോട്ടാണ്, പാട്ട വിളക്ക് മണ്ണെണ്ണാൻ്റെത്. ഇപ്പൊ താഴോട്ടായില്ലേ എന്നാണ് ബൾബ് വന്നപ്പോ. പണ്ടൊക്കെ അമ്മി കുട്ടി ഉരുണ്ടു, അമ്മി അവിടെ തന്നെ നിന്നു. ഗ്രൈൻഡർ ആയപ്പോഴോ അമ്മി കറങ്ങാൻ തുടങ്ങി, കുട്ടി ആജ്ഞാപിക്കാൻ തുടങ്ങി. ഇതൊക്കെയാണ് പഴയ ഉദാഹരണം. കൃത്യമാണ്. അത് വന്ന് ഇപ്പൊ എന്തുപോലും മാറി. പ്രിയപ്പെട്ടവരെ, വയനാടിന്റെ കുഗ്രാമത്തിൽ പോലും AM ഉം PM ഉം മാറിയില്ലേ? ഞങ്ങൾക്കല്ല എന്ന് പറയാൻ കഴിയോ? രാത്രി 12 മുതൽ ഉച്ചക്ക് 12 മണി വരെയല്ലേ പകൽ? ഉച്ചക്കത്തെ 12 മുതൽ രാത്രിക്കത്തെ 12 മണി വരെയല്ലേ പകൽ? മറ്റേതല്ലേ രാത്രി. ഉണരേണ്ട സമയം, ഉറങ്ങേണ്ട സമയം. ഇന്ന് കുഗ്രാമങ്ങളിൽ പോലും മനുഷ്യർ ഉണരുന്ന സമയം ഏതാ? എന്നെ ചില ഹോട്ടലിലൊക്കെ പേരെന്താ? 2 o'clock, 4 o'clock, 5 o'clock. കടാന്റെ പേര് തന്നെ. ഉച്ചക്കത്തെ 2 മുതൽ പൊൽച്ചക്കത്തെ 2 വരെ പകൽ. വൈകുന്നേരത്തെ 4 മണി മുതൽ പൊൽച്ചക്കത്തെ 4 മണി വരെ പകൽ. ഞാനിതൊന്നും വെറുതെ പറയുന്നതല്ല. കോഴിക്കോട്ട് അങ്ങാടിയിലേക്ക് ഇറങ്ങിയിട്ട് തൊണ്ടയാട് ബൈപ്പാസിൽ നിന്ന് രാവിലെ 10 മണിയുടെ നേരത്ത് ഒരു കട്ടൻ ചായയും പഴംപൊരിയും കഴിക്കണമെന്ന് കരുതിയാൽ മെഡിക്കൽ കോളേജിന്റെ റോട്ടിലേക്ക് വരേണ്ടി വരും. മൊത്തം ക്ലോസ് ആണ്. അവിടെ പകൽ ആരംഭിക്കുന്നത് ഉച്ചക്കത്തെ 11-12 മണിക്കാണ് ആൾക്കാർ വരാൻ തുടങ്ങുന്നത്. എപ്പോ ടർഫ് തുറക്കാൻ തുടങ്ങുന്നത്? വയനാട്ടിൽ. എപ്പോഴായിരുന്നു പണ്ട് കളിച്ചിരുന്ന ആളുകൾ? രാവിലെ, വൈകുന്നേരം. നിലവിൽ രാവിലെ ഉറക്കം, വൈകുന്നേരം കറക്കം. എപ്പോഴാണ് കളി? 12 മണിക്ക് ശേഷം. അതിന്റെ ഇസ്ലാമികമായ ആചാര ലംഘനമല്ല ഇവിടെ എന്റെ വിഷയം. അന്തലിദൽ അമതു റബ്ബതഹ, ഘടന തെറ്റും എന്ന് പുണ്യ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. വഅൻതറൽ ഹുഫാത്തൽ ഉറാത്തൽ ആലത റിആയശാതി യതതാവലൂന ഫിൽ ബുന്യാൻ. ഇത് അറബികളെ കുറിച്ചാണ്. 50 കൊല്ലം മുമ്പ് കൽപ്പറ്റ സിറ്റിയുടെ വലിപ്പമില്ലാത്ത ദുബൈയിലെ അറബികളോടാണ് ഈ പറയുന്നത്. അൻതറൽ ഹുഫാത്ത അൽ ഉറാത്ത, ചെരുപ്പ് ധരിക്കാൻ പോലും ഗതിയില്ലാത്ത അറബികളെ നിങ്ങൾ കാണും. അറബികൾ ആക്ഷേപിക്കുകയല്ല. അൽ ഉറാത്ത, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത. അൽ ആലത, ദരിദ്ര കുചേലന്മാരായ. റിയായശാത്തി, ആട്ടുടയന്മാരായ, ആടുജീവിതം നയിച്ചിരുന്ന അറബികളെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. യതതാവലൂന ഫിൽ ബുന്യാൻ, അട്ടിക്കട്ടിക്കട്ടിക്ക് ബിൽഡിംഗ് ഉണ്ടാക്കി മത്സരിക്കുന്നത് കാണാൻ കഴിയുമെന്ന്. 2 അട്ടി ബിൽഡിംഗ് ഇല്ലാത്ത മരുഭൂമിയിൽ നിന്ന് അന്ത്യനാൾ ആദ്യമേ കണ്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. എങ്ങനെ കാണാൻ, എങ്ങനെ പറയാൻ കഴിഞ്ഞു? 2 അട്ടി ബിൽഡിംഗ് ഇല്ലാത്ത മരുഭൂമിയിൽ. മദീനയിലെ മസ്ജിദ് പറഞ്ഞാൽ മഴ പെയ്താൽ ചോർന്നൊലിക്കും. പക്ഷെ ദജ്ജാലിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ പറഞ്ഞു, എന്റെ വെള്ളക്കൊട്ടാരം നോക്കി ദജ്ജാൽ പറയും ലിമനിൽ കസ്റുൽ അബിയദു ഹാദാ, ആരതാണ് കേട്ടോ ഈ വമ്പൻ വെള്ളക്കൊട്ടാരം എന്ന് ദജ്ജാൽ ചോദിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. ഇതെങ്ങനെ പറയാൻ കഴിഞ്ഞു? ഇന്നല്ലാഹ ഖദ സവ്വാലിയൽ അർള മശാരികഹാ വ മഗാരിബഹാ. പുണ്യനബി പറയുകയാണ്, ഈ ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറും കടലാസിന്റെ കോണ് ചുരുട്ടി കാണിക്കുന്ന പോലെ ചുരുട്ടി എന്റെ കയ്യിൽ അല്ലാഹു വെച്ചു തന്നു. സവ്വാ എന്ന കോണാക്കിയെന്നാണ്. നമ്മൾ കടലാസ് കയറി തോണി ഉണ്ടാക്കുമ്പോ ഇങ്ങനെ മടക്കി, ഇങ്ങനെ മടക്കി, ഇങ്ങനെ മടക്കി, ഇങ്ങനെ മടക്കി വീണ്ടും മടക്കുമല്ലോ. ഭൂമിയെ 4 ഭാഗത്തും മശാരികഹാ വ മഗാരിബഹാ ഫോൾഡാക്കി കയ്യിൽ കാണിച്ചു തന്നു. അന്ത്യനാളോളം സംഭവിക്കുന്ന കാര്യം എന്നിട്ട് പറയുകയാണ്. നോക്കൂ, ന്യൂട്രലായിട്ട് ആലോചിച്ച് നോക്കൂ. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇതൊക്കെ കാണുന്ന ഒരാൾക്ക് അറ്റ് മിനിമം ലെവൽ ഇതൊരു സാധാരണ മനുഷ്യനല്ല എന്ന് പറയാതിരിക്കാൻ പറ്റുമോ? എങ്ങനെ ഇത് ശരിയായി? കേവലം 1-2 സംഗതിയല്ല. ഇത് ഇറാനും, ഞാൻ പറഞ്ഞ എപ്പോ നിർത്തണം അപ്പോ എന്നെ തോണ്ടിയാൽ മതി. ഇറാനും ഇസ്രായേലും യുദ്ധം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ 1 മാസമായി.
യുദ്ധം തീർന്നിട്ടില്ല. ഇപ്പം എടാടുപ്പിൽ നിന്നാണ് യുദ്ധം, അന്ന് അടുപ്പിൽ നിന്നായിരുന്നു യുദ്ധം. ചെറിയ മാറ്റേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ഈ യുദ്ധം കത്തിക്കുന്ന അമേരിക്ക എവിടെ നിന്ന് വരുന്നതാണ്? പസഫിക് സമുദ്രത്തിന്റെ അപ്പുറത്തുനിന്ന് വരണം ആ ചങ്ങാതിക്ക്. പിന്നെ ആരാ ഇപ്പുറത്ത്? വേൾഡ് പവർ നോക്കൂ, റഷ്യ. റഷ്യ മിഡിൽ ഈസ്റ്റിൽ ഉള്ള രാജ്യമല്ലല്ലോ. റഷ്യ ഈസ്റ്റേൺ എൻഡാണ്, അമേരിക്ക വെസ്റ്റേൺ എൻഡാണ്, ചൈന അതിന്റെ നടുവിൽ കിടക്കുന്ന വേറെ രാജ്യമാണ്. പക്ഷേ ഇസ്ലാം വിശുദ്ധ ഖുർആൻ പരാമർശിച്ചത് മുഴുവനും മിഡിൽ ഈസ്റ്റ് ആണ്. ഇസ്ലാമിന്റെ അന്ത്യനാളിന്റെ മുഴുവൻ കാര്യങ്ങളും പറയുന്നത് മിഡിൽ ഈസ്റ്റ് ആണ്. ലോക വൻശക്തികൾക്ക് അവരുടെ സാന്നിധ്യം അറിയിക്കാൻ പോലും നാം ജീവിക്കുന്ന കാലത്തും മിഡിൽ ഈസ്റ്റ് ആവശ്യമാണ്. സൗദി എവിടെ? സൗദി തന്നെയായിരിക്കും. സൗദിയും ഇറാനും GCCയും ഇസ്രായേലും പാലസ്തീനും ഈജിപ്തും സിറിയയും ലബനാനും മുകളിൽ തുർക്കി വരെയുള്ള ഈ മിഡിൽ ഈസ്റ്റ് പ്രവിശ്യയിൽ നിന്നാണ് എല്ലാ പ്രവാചകന്മാരും വന്നത്. വിശുദ്ധ ഖുർആൻ പരാമർശിച്ച ഭൂമിക മുഴുവനും അതാണ്. അന്ത്യനാളിന്റെ കാര്യങ്ങൾ പ്രവാചകൻ എണ്ണിയ സംഭവങ്ങളിൽ ഒരിടത്തും അമേരിക്കയില്ല. ഒരിടത്തും അമേരിക്കയില്ല. ഒരിടത്തും അറേബ്യയുടെയും മിഡിൽ ഈസ്റ്റിന്റെയും, അറേബ്യ എന്ന് പറയുന്നില്ല, മിഡിൽ ഈസ്റ്റിന്റെ വെളിയിലുള്ള പ്രദേശങ്ങളില്ല. മഹ്ദി യുദ്ധം, ഹർമജദൂൻ പോരാട്ടം, ഈസാ അലൈഹിസ്സലാമിന്റെ വരവ്, 1400 കൊല്ലം മുമ്പ് പ്രവാചകന്റെ രാഷ്ട്രീയ ക്രാന്തദർശിത്വം മുഖേന എണ്ണി പറഞ്ഞു, മിഡിൽ ഈസ്റ്റിൽ നിന്നാണ് മനുഷ്യന്റെ സംസ്കാരം തുടങ്ങിയത്. മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും അവസാനം മനുഷ്യന്റെ അവസാന കാലവും ഉണ്ടാവുക. നോക്കുമ്പോ ഇന്നത്തെ ഒരു ടെൻഡൻസി നോക്കിയാൽ, ഞാനത് വെറുതെ പറയുന്നല്ല, അമേരിക്കക്കും വേണം മിഡിൽ ഈസ്റ്റ്, റഷ്യക്കും വേണം മിഡിൽ ഈസ്റ്റ്, ചൈനക്കും വേണം മിഡിൽ ഈസ്റ്റ്. താലിബാനൊക്കെയാണ് ചൈനയുടെ വലിയ ഫ്രണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് എന്റെ രാഷ്ട്രീയം പറയുകയല്ല. പ്രവാചകന്റെ ദർശനത്തെ സാധൂകരിക്കുന്ന കാര്യങ്ങളെ ലോകത്ത് 2025 നാം ജീവിക്കുന്ന ദിവസത്തിലും സംഭവിക്കുന്നുള്ളൂ. ദിവസത്തിലും സംഭവിക്കുന്നുള്ളൂ. ഒറ്റൊരു ഹദീസ് കൂടി പറയട്ടെ, ഒറ്റൊരു ഹദീസ്. ഈ പോക്ക് പോയാൽ നമ്മുടെ വിശ്വാസപ്രകാരം സയ്യിദുന മസീഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരുമല്ലോ. ബൈത്തുൽ മഖ്ദസിന്റെയും മസ്ജിദുൽ അഖ്സയുടെയും മോചനം ഇമാം മഹ്ദിയിലൂടെയാണ് സംഭവിക്കുക. ആ കാലഘട്ടത്തിൽ സയ്യിദുന ഈസാ അലൈഹിസ്സലാം ഇറങ്ങും. എവിടെയെന്നാണ് ഹദീസിലുള്ളത്? ആലോചിക്കേണ്ട വിഷയമാണ്. ഫയൻസിലു ഈസാ ഇബ്നു മറിയം ഇൻദൽ മിനാറത്തിൽ ബൈളാഇ ശർഖിയ ദിമഷ്ക. സ്വഹീഹ് മുസ്ലിം. എത്ര കൃത്യമാണ് ഹദീസ്. ഇറങ്ങുന്ന രീതി പോലും പറഞ്ഞു. ഫീ മിഹ്വദതൈനി വാലിഅൻ കഫൈഹി അലാ അജ്നിഹതി മലക്കൈൻ ഇദാ തൗത റഅസഹു ഖതറ വഇദാ റഫഅഹു തഹദ്ദാ മിൻഹു ജുബാൻ കല്ലുഉലു ഫലാ യഹില്ലു ലിൽ കാഫിർ യജ്ദു റീഹ നഫസിഹി ഇല്ലാ മാസ് വരീഹു നഫസിഹി യൻതഹി ഹൈതു യൻതഹി തർഫുഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹ് ബുഖാരിയുടെ ഹദീസാണ്. സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായ പുണ്യനബി പറയുകയാണ്, കയ്യിൽ ആപ്പിൾ ഐഫോൺ വന്ന പോലെയാണ് പറയുന്നത്. ഇന്നല്ലാഹ ഖദ സവ്വാലിയൽ അർള മശാരികഹാ വ മഗാരിബഹാ ഫ. അങ്ങനെ മഹ്ദിയും ഇമാം മഹ്ദി ഇമാമത്ത് നിൽക്കവേ, ലാസ്റ്റ് ഹദീസ്, ഇമാം മഹ്ദി നിൽക്കവേ ഫയൻസിലു ഇറങ്ങി വരും ഈസാ ഇബ്നു മറിയം ഇറങ്ങി വരും. എവിടെയെന്നറിയോ? ഇൻദൽ മിനാറത്തിൽ ബൈളാ, വെള്ള മിനാരത്തിന്റെ അരികെ, ശർഖിയ ദിമഷ്ക, ഡമസ്കസിന്റെ കിഴക്കുഭാഗത്തുള്ള. ഇത് പറയുന്ന കാലം ഞാൻ നേരത്തെ എണ്ണി. ക്രിസ്തബ്ദം 630കളിൽ 630കളിൽ ലോകത്ത് ഡമസ്കസ് എന്ന് പറയുന്ന ഒരു പട്ടണമില്ല. ഇതൊരു ചില്ലറ നബിയല്ല. അള്ളാഹു നമ്മെ തെരഞ്ഞെടുത്തത് ഒരു ചില്ലറ കൂട്ടത്തിലേക്കുമല്ല. പുണ്യ നബി ഇത് പറയുമ്പോൾ ദിമഷ്ക് എന്ന ഒരു വാക്ക് അറബിയിൽ ഇല്ല. സിറിയക്ക് ക്യാപിറ്റലായി ഡമസ്കസ് വരുന്നത് അമവി ഭരണകാലത്താണ്. പക്ഷെ പുണ്യ നബി പറഞ്ഞു ഇൻദൽ മിനാറത്തിൽ ബൈളാ. ഏതെങ്കിലും ദുർബലമായ ഹദീസല്ല, സ്വഹീഹ് മുസ്ലിം.
സ്വഹീഹ് മുസ്ലിമിനെ നിഷേധിച്ചാൽ ഖുർആൻ നിഷേധിക്കുന്നതിന് തുല്യം തന്നെ ഫലത്തിൽ ഇസ്ലാം എന്ന് പുറത്താകും.